ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വരികയാണ്. ഇന്ന് ചെറുക്കര അമ്പലത്തിൽ കുതിരയെടുപ്പാണ്. 9 കാലടിയിലെ വലിയ കുതിരയാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും കിട്ടില്ല കുതിരയെടുപ്പാണ്. നമുക്ക് കാണാം. ആ കുതിരയെടുപ്പിൻ്റെ തുടക്കമാണ്. വിളക്കൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇനി ആന വന്നാൽ പടക്കം പൊട്ടിയാൽ കുതിരയെടുക്കും. ചേട്ടന്മാർ നല്ല ആവേശത്തിലാണ്. കുതിരയെടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതിഗംഭീരമായ തെക്കൻ കേരളത്തിൽ തന്നെ നമ്പർ 1 കുതിരയാണ്. അങ്ങനെ ആനയൊക്കെ വന്നിരിക്കുകയാണ് ഗേസ്. ആനയൊക്കെ വന്ന് ഇനി പടക്കം കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ കുതിര ഇപ്പം എടുക്കും കുതിരയാ ഗേസ്. അങ്ങനെ പടക്കം പൊട്ടിയിരിക്കുകയാണ് ഗേസ്. കുതിരയെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ഗേസ്. അതിഗംഭീരമായ കുതിരയാണ് ഗേസ്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. അത് കാണാൻ തന്നെ എന്ത് ചന്തമാണെന്ന് അറിയാമോ? ചേട്ടന്മാരുടെ തോളിൽ ഇങ്ങനെ കുതിര വെച്ചുകൊണ്ട് വരുന്ന വരക്കാൻ കണ്ടാൽ തന്നെ നമുക്കൊരു അഭിമാനമാണ് തോന്നുന്നത്, ആവേശമാണ് തോന്നുന്നത്. എന്ത് രസമാണെന്ന് അറിയാമോ? എത്ര കരയിലെ എത്ര ആൾക്കാരാണ് കുതിര എടുക്കുന്നതെന്ന് അറിയാമോ? അതിഗംഭീരമായ കുതിരയാണ്. എൻ്റെ പൊന്നോ, ഇത് നേരിട്ട് കണ്ട അനുഭവം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ കുതിരയെടുപ്പ് കാണാൻ തന്നെ നിൽക്കുന്നത്. പല കരയിൽ നിന്ന് ഒരുപാട് ചേട്ടന്മാരും മാമന്മാരും അനിയന്മാരും എത്ര പേരാണ് കുതിരയെടുക്കുന്നതെന്ന് നമുക്ക് കാണാൻ. ലൈവായിട്ട് ഇനി നമുക്ക് കാണാം ഗേസ്, ലൈവായിട്ട് കാണാം. ഗേസ്, ഇത് കയറ് വലിക്കാൻ നിൽക്കുകയാണ്. കുതിര വീഴാതിരിക്കാൻ വേണ്ടി അപ്പുറ സൈഡ് പൊങ്ങുകയാണെങ്കിൽ ഈ സൈഡിൽ വലിക്കും. അങ്ങനെ അപ്പുറ സൈഡിലുണ്ട് ഗേസ്. അങ്ങനെ കുതിരയെടുപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ഇത് നോക്കൂ ഗേസ്, ചെളിയിലൊക്കെ ചവിട്ടിയാണ് ഗേസ് കുതിര എടുത്തുകൊണ്ട് പോണത്. ചെളിയിൽ ചവിട്ടി കാലൊക്കെ പൊതഞ്ഞ് അത്രയ്ക്ക് കഠിനമായാണ് ഗേസ് കുതിര എടുക്കുന്നത്. ഇത്രയും മനോഹരമായ ഒരു നിമിഷം വേറെ കാണാനില്ല ഗേസ്. കുതിരയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് ഒരു ആവേശമാണ് ഗേസ്. പ്രത്യേകിച്ച് ചെറുക്കരക്കാർക്കൊരു ആവേശമാണ് ഗേസ്, ആവേശമാണ്. ഗേസ്, അങ്ങനെ കുതിരയുടെ അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് ഗേസ്. അവസാന ഘട്ടം എത്തിയിരിക്കുകയാണ് ഗേസ്. ഗേസ്, കുതിര ഇങ്ങനെ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഗേസ്. നല്ലൊരു അനുഭവമാണ് ഗേസ് നമുക്ക് കിട്ടിയത്. കിടിലം കുതിരയായിരുന്നു. അങ്ങനെ കുതിരയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ കുതിരയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ച് നല്ല കുതിരയായിരുന്നില്ലടാ, ഓക്കെ അല്ലായിരുന്നു. അപ്പം ഇതേപോലെ അടുത്തൊരു വീട്ടിൽ കാണുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.